അച്ഛനെ ദൈവം തൊടും. മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവം. ആർച്ചും പോർച്ചുള്ളൊരു വീട് തരും. നീ ആ പഴയ വീട്ടിൽ നിന്ന് മാറും. ദൈവം നിന്നെ ഒരു വീട്ടിൽ പാർപ്പിക്കും. കൊതിയാണപ്പാ പിശാചിന്റെ പദ്ധതി നിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലത്തെ പ്രാർത്ഥന പൊട്ടിപ്പോകയാ. കൊതിയാണപ്പാ നിന്നിതങ്ങൾ ചെയ്യുവാൻ. ദൈവമേ, ആർച്ചും പോർച്ചുള്ളൊരു വീട് തരും. നീ ആ പഴയ വീട്ടിൽ നിന്ന് മാറും. ദൈവം നിന്നെ ഒരു വീട്ടിൽ പാർപ്പിക്കും. അച്ഛനെ ദൈവം തൊടും. നീ ഭയങ്കര സങ്കടത്തിലാണ്. എന്നോട് യേശു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അകത്തെ മദ്യത്തിൽ കൈവശമുണ്ട്. മദ്യപാനം നിർത്തും. അത് കണ്ടാ പോരെ, മതി. എത്ര വർഷമായിട്ട് കരയുക? കല്യാണം കഴിച്ചെന്ന് തുടങ്ങിയതാ. നിർത്തുമല്ലേ നമ്മൾ? നിർത്തും. ഇന്ന് അവസാനിക്കുമല്ല. ദൈവം ഒരു പുതിയ മനുഷ്യനാക്കി നിങ്ങളെ മാറ്റും. നിങ്ങളുടെ അകത്തൊരു കൈവശം കിടപ്പുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം അത് പൊട്ടിച്ച് കളയാൻ വേണ്ടി പോകുകയാ. കരമടിച്ച ദൈവത്തിനൊരാമീൻ പറയാൻ പറ്റുമെങ്കിൽ കൈയൊന്നടിച്ച് ദൈവത്തിനൊരാമീൻ പറ. നിന്റെ വീടിനൊരു എഴുന്നേറ്റവുമില്ല. പണ്ടത്തെ അവസ്ഥ എങ്ങനായിരുന്നോ അതേ അവസ്ഥയിലൂടെ നിന്റെ വീട് മുന്നോട്ട് പോകുന്നേ. ഒരു ശക്തി നിന്റെ വീട്ടിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം ആ ശക്തിയെ പൊട്ടിച്ച് കളയാൻ പോവാ. കൈയൊന്നടിച്ച് ദൈവത്തിനൊരാമീൻ പറയാൻ പറ്റുന്ന ചേട്ടാ. ശരിക്കും ചേട്ടൻ്റെ പേരെന്തുവാ? ശരിക്കും നമുക്ക് ആഗ്രഹമുണ്ട് നിർത്തണമെന്ന്, അല്ലേ? പക്ഷെ പറ്റില്ല, അല്ലേ? ശരിയാ, അങ്ങനല്ലേ? പുള്ളിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് ഇത് നിർത്തണമെന്ന്, പക്ഷെ പറ്റുകയില്ല. ഈ വീട്ടിൽ ഒരു എഴുന്നേറ്റവും ഇല്ലല്ലോ. പഴയ വീടാണല്ലോ, ഒരു മാറ്റവും ഇല്ല, അല്ലേ? ഒരു ചെറിയ സാധനം അവിടെ കിടപ്പുണ്ട് കേട്ടോ. കൂടി നിർത്തുമല്ലോ, അല്ലേ? നിർത്തുമല്ലേ? എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ കൂടി നിർത്താൻ? നമ്മളിനി തൊടത്തില്ല. ഇല്ല. ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ. എന്നോട് ദൈവം പറയുക, കൈവശം തന്നാ കേട്ടോ, നശിക്കാൻ തന്നോരേക്ക് എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കൂടെ ഒന്ന് കണ്ണടച്ച് ഈ ചേട്ടൻ നേരെ കരം നീട്ടിപ്പിടിച്ച്. സുഖമില്ലാത്ത ചേട്ടൻ എത്ര വയസ്സുണ്ട്? 51 വയസ്സ്. നമുക്കവിടെ വീട് വേണ്ട. അല്ല, പുള്ളിയുടെ ആഗ്രഹം അതാ. നമ്മളവിടെ നിന്ന് മാറും. ഒത്തിരി പ്രാവശ്യം പോകാൻ നോക്കിയില്ലേ നിങ്ങൾ? എത്ര വർഷം ഗൾഫിലുണ്ടായിരുന്നു? 15 വർഷം ഗൾഫിലാ. ഒന്നുമില്ല, ഉണ്ടോ? ആ, പുള്ളിക്കാരി പറഞ്ഞു കേട്ടോ, 2 പിള്ളേരുണ്ട്, ദൈവമുണ്ട്, വേറെ ഒന്നുമില്ല. തകർച്ചയായി വീട്ടിൽ. നിങ്ങൾ കേട്ടോ ഈ വീടിൻ്റെ തകർച്ച? ഞാനിന്ന് ദൂത് പറയുക. ഇന്ന് ആദ്യത്തെ കുഞ്ഞ് വയറ്റ് വെച്ച് മരിച്ചുപോയി. ഇപ്പം എത്ര കുട്ടികളുണ്ട്? ശരിക്കും ഈ 2 ഇതെല്ലാം ഈ മണ്ണിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നം. ആ മണ്ണിനോട് ബന്ധപ്പെട്ട് അതിനാണ് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അവിടുന്ന് വാടകയ്ക്ക് പോകാൻ എത്ര പ്രാവശ്യം നോക്കി? 3 പ്രാവശ്യം അവിടുന്ന് വാടകയ്ക്ക് ഇറങ്ങാൻ നോക്കിയാൽ പറ്റുന്നില്ല. വാടകയ്ക്കും പോകാൻ പറ്റുന്നില്ല, വീട് മാറാനും പറ്റുന്നില്ല. പക്ഷെ ദൂത്, നിങ്ങൾ അവിടുന്ന് ഇറങ്ങും. ശരിക്കും ഞാൻ കണ്ട എന്നാന്നറിയോ, നിങ്ങൾക്ക് ശരിക്കും അനന്തരാവകാശികൾ ഉണ്ടാവത്തില്ല, പിള്ളേരുണ്ടാവത്തില്ലായിരുന്നു. ഈ വയറ്റി വെച്ച് കൊന്നു കളഞ്ഞില്ലേ ഒരു കുഞ്ഞിനെ, അതുപോലെ ബാക്കി ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാൻ പിശാച് പദ്ധതി ഉണ്ടാക്കിയ. എന്നോട് ദൈവം ഒരു വാക്കും കൂടെ പറയുക, കുഞ്ഞിനെ മാത്രമല്ല നിന്നെയും കൂടെ കൊല്ലാൻ നോക്കിയതാ. അനേകരുടെ പ്രാർത്ഥനയാ നിന്നെ തിരിച്ചു കിട്ടിയത്. ഒന്ന് കൈയടച്ച ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവര് യേശുവേ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. പിശാചിന്റെ പദ്ധതി നിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലത്തെ പ്രാർത്ഥന പൊട്ടിപ്പോകയാ.
ഉടമൽപ്രഭന ഹട്ടകതചസിയ അർമ്മവനഘടക ശബ്ദരാധന. ഈ വീട്ടിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് മുതൽ അത്ഭുതവും ദൈവത്തിന്റെ പ്രവൃത്തിയും ഉണ്ടാകട്ടെ. ദാണ്ട ഈ ശാപം എല്ലാം വീട്ടിൽ നിന്ന് പൊട്ടും. നിങ്ങളുടെ രണ്ടുപേരുടെയും കരച്ചിൽ ദൈവത്തിൻ്റെ അടുത്തുണ്ട്. വലിയ ദൈവപ്രവൃത്തി ഉണ്ടാവും. ദാണ്ട ഷാർജക്കാരനെയും കുടിക്കുകയല്ല, നമ്മൾ നിർത്താൻ പോവാ. നിങ്ങൾക്ക് കാശില്ല, വീട് ദൈവം തരും. എങ്ങനെ തരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വീട് തരും, നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പേര് പറ. രണ്ട് പിള്ളേരിപ്പോൾ ഉണ്ട്. 16 വർഷത്തിന് ശേഷം ദൈവം തന്നു. സത്യം. അന്ന് ശരിക്കും നമ്മൾ ചത്തുപോനെ അല്ലയോ? തള്ളയും കൊച്ചിനെയും കിട്ടത്തില്ലായിരുന്നു. ഇതായിരുന്നു പിശാചിന്റെ പണി. എന്നോട് ഞാൻ നിങ്ങളെ കണ്ടോണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ, ഇങ്ങനെ ഭയങ്കര കുടിയൻ ഇങ്ങയുടെ അകത്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു ചേട്ടനുണ്ട്, വയ്യാത്തൊരു ചേട്ടൻ. നിങ്ങളുടെ അകത്തൊരു കൊച്ചിനെ പിശാച് കൊന്നുകളഞ്ഞ. പിശാചിന്റെ ആഗ്രഹം തള്ളയും കൊച്ചിനെയും കൂടെ കൊല്ലണമെന്നായിരുന്നു. പക്ഷേ ദൂത് നിങ്ങൾക്കൊരു വീട് ദൈവം തരാൻ പോവാ.